മംഗല്യസൂത്രം ഭാഗം 13. രചനാ സംഭാഷണം രുദ്രപ്രിയ. ശരത്തിനോട് ഇനിയും എതിർപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മാഷിന് മനസ്സിലായി. അവർ ചെല്ലാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ബാലൻ ഉണ്ണിത്താൻ മാഷുമായി സംസാരിച്ച് വരദയുടെ സ്ഥലമാറ്റ കാര്യത്തെക്കുറിച്ച് ഏകദേശം ധാരണയാക്കി വെച്ചു. എന്നു മുതലാണോ നിങ്ങൾ രണ്ടുപേരും ജോയിൻ ചെയ്യുന്നത്? അടുത്ത ആഴ്ച മുതൽ മാഷേ. സ്ഥലമാറ്റം കൂടി എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കണം. ബാലൻ പറയുമ്പോൾ, താൻ ഇങ്ങനെ പേടിക്കാതടോ ബാല, നമുക്കത് ശരിയാക്കാം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നമ്മുടെ ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾക്കും ഇഷ്ടം. പിന്നെ തൻ്റെ മക്കൾ എന്ത് പറയുന്നു? ഇപ്പോഴും രണ്ടുപേരും രണ്ട് വള്ളത്തിലാണോ? ഇതിനൊക്കെ ഞാൻ എങ്ങനെ മറുപടി പറയാനാ മാഷേ? അവരുടെ പെരുമാറ്റത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. രണ്ടുപേരും ഇപ്പോഴും രണ്ട് ദിക്കിൽ തന്നെയാണ്. മരുമക്കൾ കൂടെയുള്ളതാണ് ആകെ ഒരു മനസ്സമാധാനം. അല്ലെങ്കിൽ കുടുംബബന്ധം എന്നേ തകർന്നേനെ. അങ്ങനെയൊന്നും പറയല്ലടോ. ഇതും ഇതിൻ്റെ ഭാഗം തന്നെയാണെന്ന് കരുതി നിങ്ങളങ്ങ് മുന്നോട്ട് ജീവിച്ചാൽ മതി. ഉണ്ണിത്താൻ മാഷ് ബാലനെ സമാധാനപ്പെടുത്തി. എന്നാൽ ശരി മാഷേ, ഞാൻ ഇറങ്ങുന്നു. മാഷിനെ കണ്ടിക്കാര്യം ഒന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. അതെന്തായാലും നടന്നു. തിരികെ ഇറങ്ങാൻ നേരമാണ് ഗോപി വന്നത്. സ്റ്റാഫ് റൂമിലിരുന്ന് എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ച് തന്നെയാണ് ബാലൻ തിരികെ വീട്ടിലേക്ക് പോയത്. ബാലൻ ചെല്ലുമ്പോൾ അവനെയും കാത്തുന്ന പോലെ ഇരിപ്പുണ്ട് വരദ. എന്തായി മാഷേ, പോയ കാര്യങ്ങളെല്ലാം ശരിയായോ? വന്ന് കയറിയ ഉടനെ തന്നെ വരദയുടെ ചോദ്യം അതായിരുന്നു. കുറച്ച് ചെയ്യേണ്ടി വന്നുവെങ്കിലും ഉണ്ണിത്താൻ മാഷിനെ കാണാൻ കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും മാഷിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ സ്ഥലമാറ്റവും വേഗമാക്കാമെന്ന് മാഷ് പറഞ്ഞു. അല്പം നടന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു വല്ലാതെ കിതപ്പ്. ടീച്ചർ അല്പം വെള്ളമെടുക്കൂ കുടിക്കാൻ. വേഗം കിച്ചണിൽ നിന്ന് വരദ ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും മാഷ് വരാന്തയിലുള്ള കൽച്ചുമരിൽ ചാരിയിരിപ്പായി. അല്പനേരം കിതപ്പാറ്റിയ ശേഷം രണ്ടുപേരും കൂടി അകത്തേക്ക് പോയി. രാത്രിയിലത്തേക്ക് അത്താഴമായി കരുതിയിരുന്നത് കഞ്ഞിയും പയറും ചുട്ട തേങ്ങാച്ചമ്മന്തിയുമായിരുന്നു. രണ്ടുപേരും കൂടി കഞ്ഞി കുടിച്ചു. ഒരു ബെഡിൻ്റെ ഇരു കോണിലുമായി പതിവ് പോലെ രണ്ടുപേരും കയറി കിടന്നു. മക്കളുടെ എതിർപ്പ് ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൂടി വരികയാണല്ലോ എന്നോർത്തപ്പോൾ മാഷിന് വിഷമം തോന്നി. എന്നാൽ അതേ അവസ്ഥയായിരുന്നു വരദയുടെയും. രണ്ടുപേരും ഒന്ന് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവരുടെ മനസ്സറിയുന്നത്? ഈ വിവാഹം കാരണം മാഷിന് മക്കളെ കൂടി നഷ്ടമായല്ലേ മാഷേ? മലർന്നു കിടന്നുകൊണ്ട് പറയുന്നവളെ മാഷ് നോക്കി. ഞാൻ കരുതി താൻ ഉറങ്ങിക്കാണുമെന്ന്. ഇല്ല മാഷേ, എന്തുകൊണ്ടോ ഉറങ്ങാൻ കഴിയുന്നില്ല. എടോ, അവരെല്ലാം തൻ്റെ സ്വഭാവം മനസ്സിലാക്കി ഉറപ്പായും തന്നോട് കൂട്ടാവും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ താൻ കിടന്നുറങ്ങാൻ നോക്ക്. ഇനി ഇതിൻ്റെ പേരിൽ അസുഖങ്ങളൊന്നും വരുത്തി വെക്കണ്ട. ഇനി തനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാൽ അത് എൻ്റെയും കൂടി സങ്കടമാണ് കേട്ടോ. അവസാന വാക്കുകൾ കേട്ടപ്പോൾ വരദയ്ക്ക് വല്ലാത്ത ആശ്വാസവും മാഷിനോട് സ്നേഹവും തോന്നി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വരദയ്ക്ക് വല്ലാത്ത വയറുകടച്ചിൽ തോന്നി. ഫ്രഷ് ആവാൻ കയറുമ്പോൾ മാസക്കുളിയാണ്. അവൾക്ക് വല്ലാത്ത വെപ്രാളവും ജാള്യതയും തോന്നി. ഒന്ന് സെറ്റായി ഇറങ്ങുമ്പോൾ ആകെ അങ്കലാപ്പായി. രാവിലെ പതിവ് പോലെ വരദയെ അടുക്കളയിൽ കാണാത്തത് കൊണ്ട് അന്വേഷിച്ച് വന്നതാണ് ബാലൻ. അപ്പോൾ കണ്ടു ബെഡിൽ ഓരത്തായി ഇരിക്കുന്നവളെ. എന്താ ടീച്ചറെ, പതിവ് പോലെ രാവിലെ താഴേക്ക് കണ്ടില്ല? ഞാൻ ചായ പകർന്നു വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് എടുക്കട്ടെ? മാഷിനെ കണ്ടതും അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു. എന്താ ടീച്ചറെ മുഖം വാടിയിരിക്കുന്നത്? വയ്യായ്മ എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? തോർത്തിൽ കൈ തുടച്ചുകൊണ്ട് മാഷ് വരദയുടെ അടുത്തേക്ക് വന്നു. മാഷിനോട് എങ്ങനെ പറയണമെന്നോർത്ത് വരദയ്ക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നി. വരദ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മാഷ് വീണ്ടും ചോദ്യം ആവർത്തിച്ചു. എന്താ ടീച്ചറെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയ്. മുഖം വിളറിയിരിക്കുന്നു. വർഷമോൾ ഇന്നലെ തന്നോടൊന്നും സംസാരിക്കാത്തതിൽ വിഷമമുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതൊന്നും ഓർത്ത് താൻ വിഷമിക്കരുതെന്ന്. അവർക്ക് വേണ്ടി ഞാൻ തന്നോട് മാപ്പ് ചോദിക്കാം. മാഷിൻ്റെ മുഖം വാടുന്നത് കണ്ടപ്പോൾ വരദയ്ക്ക് വിഷമമായി. അതൊന്നുമല്ല മാഷേ. പിന്നെ എന്താ ടീച്ചറെ നമുക്കിടയിൽ ഇനിയും ഈ മുഖവുരയുടെ ആവശ്യമുണ്ടോ? അത് പിന്നെ എനിക്ക് മാസക്കുളിയാണ്. മാഷ് തലയിൽ കൈവച്ചിരുന്നു. ഇതിനാണോ ഇങ്ങനെ സങ്കടപ്പെട്ടത്? താൻ അവിടെ ഇരിക്കൂ. വരദയോട് പറഞ്ഞിട്ടും അവൾ അങ്ങനെ തന്നെ നിന്നു. ഇരിക്കു ടീച്ചറെ. പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വരദയെ പിടിച്ച് കട്ടിലിനടുത്തിരുത്തി.
ഒന്നുമില്ലെങ്കിലും താനൊരു ടീച്ചറല്ലേ, എന്നിട്ടാണോ ഈ നിസ്സാര കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? എടോ, ഇത് സ്ത്രീകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ? അതല്ല മാഷേ, ഇവിടുത്തെ ശീലങ്ങളും ചിട്ടവട്ടങ്ങളും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു മോളുള്ളതല്ലേ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കിവിടുത്തെ അടുക്കളയിൽ കയറാമോ? ഇതെന്തൊരു ചോദ്യമാണ് ടീച്ചറെ. ടീച്ചർക്കല്ലാതെ പിന്നെ ആർക്കാ അതിനുള്ള അധികാരം? അത് കേട്ടപ്പോൾ ടീച്ചറിൻ്റെ മുഖത്ത് ചിരി വിരിഞ്ഞു. ടീച്ചറിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ മാത്രം കയറിയാൽ മതി കേട്ടോ. എന്നാ വരൂ, നമുക്ക് 2 പേർക്കും കൂടിയാവാം ഇന്നത്തെ പാചകം. വർഷയുടെ അമ്മയുണ്ടായിരിക്കുമ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല പാവത്തിന്. അത്രമാത്രം വേദനയാണ്. അന്നൊരുവിധം ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും. എന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്. ആദ്യത്തെ 3 ദിവസം ഞാനായിരിക്കും പാചകം. അവൾ പോയതിൽ പിന്നെ മോൾക്ക്. അവളെയും അധികമൊന്നും ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. വെള്ളം കോരുന്നതും തേങ്ങ തിരുമുന്നതും ഒക്കെ ഞാനും വിനയനും കൂടിയായിരിക്കും. തനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് പറയാൻ കേട്ടോ. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല മാഷേ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു വേദന. 2 പേരും സംസാരിച്ച് ഹാളിലെത്തുമ്പോൾ മാഷ് തന്നെ ചായ പകർന്ന് ടീച്ചറുടെ കയ്യിൽ കൊടുത്തു. നമുക്കിന്ന് എളുപ്പപ്പണിയാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, റവ ഇരിപ്പുണ്ട്. ഞാൻ സഹായിക്കാം മാഷേ. ടീച്ചർ ഗ്ലാസും കൊണ്ട് മാഷിൻ്റെ പിന്നാലെ ചെന്നതും മാഷ് അവരെ തടഞ്ഞു. ഇന്ന് ടീച്ചർ റെസ്റ്റ് എടുക്കൂ, ഞാൻ ചെയ്തോളാം. സഹായിക്കാം മാഷേ. ടീച്ചർ ഗ്ലാസും കൊണ്ട് മാഷിൻ്റെ പിന്നാലെ ചെന്നതും മാഷ് അവരെ തടഞ്ഞു. ഇന്ന് ടീച്ചർ റെസ്റ്റ് എടുക്കൂ, ഞാൻ ചെയ്തോളാം. എന്നാലും മാഷ് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമാവും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കമ്പനി തരാൻ താൻ അടുക്കളയിൽ വന്നിരിക്കുക. ഉപ്പുമാവിനുള്ള തേങ്ങ തിരുമുന്നതിനിടയിൽ മാഷ് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്തായാലും നമുക്ക് ശരത്തിൻ്റെ അവിടെ വരെ പോകാം. അവിടെ ചെല്ലുമ്പോൾ അവർ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റോ ചെയ്താൽ താൻ എന്നോട് പറയണം. നമുക്ക് ഉടനെ അവിടെ നിന്ന് ഇറങ്ങാം. തന്നെ സങ്കടപ്പെടുത്തുന്ന രീതിയിലൊന്നും സംസാരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കണക്കിന് എല്ലാവരും അവിടെ ഉണ്ടെന്ന് ഉള്ളത് ആശ്വാസം തന്നെയാണ്. ഓരോരുത്തരുടെയും വീട്ടിലായി അപ്പോൾ പോകേണ്ടി വരില്ലല്ലോ. ശരത്തും സരയും ഉള്ളതുകൊണ്ട് ഒരു പരിധി വിട്ട് അവർ 2 പേരും സംസാരിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ തന്നോട് നേരത്തെ കൂട്ടി പറയുന്നതാണിതൊക്കെ. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം. മറ്റന്നാൾ മുതൽ എനിക്ക് സ്കൂളിൽ പോയി തുടങ്ങണം. ഞാൻ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ടീച്ചർ ഇവിടെ തനിച്ചായി പോകും. അതുകൊണ്ട് എന്തായാലും ഞാൻ പോകുമ്പോൾ പെങ്ങളുടെ അടുത്താക്കിയിട്ട് പോകാം. തിരികെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വരാം. സ്ഥലമാറ്റത്തിൻ്റെ കാര്യമൊക്കെ ഉണ്ണിത്താൻ സാറിനോട് പെട്ടെന്ന് ശരിയാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാവിലെ ഒന്നിച്ചു പോയി വരാം. ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടും കൂടി മാഷ് ചെയ്യുന്നത് വരദ നോക്കി നിന്നു. ഉപ്പുമാവും പഴവും കുറച്ച് പപ്പടവും വറുത്തെടുത്തു. ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് 2 പേരും കൂടി കഴിക്കാനിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ പാചകം, നന്നായിട്ടുണ്ടോ? ഉപ്പുമാവ് വാരി വായിൽ വെച്ചുകൊണ്ട് മാഷ് ചോദിച്ചു. അസലായിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടാണ് മാഷ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് മാഷിൻ്റെ നെറുകയിൽ കയറി. മായ്ക്കാൻ തുടങ്ങിയതും വരദ വേഗം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാഷിൻ്റെ തലയിൽ പതിയെ തട്ടിക്കൊടുത്തു. ഭക്ഷണം കഴിക്കുമ്പോൾ മാഷ് സംസാരിക്കരുത്. അതിനുശേഷം മാഷിന് കുടിക്കുന്നതിനായി വെള്ളം പകർന്നു കൊടുത്തു. മാഷ് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇനി അത് പറ്റില്ല. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അത്യാവശ്യ കാര്യം മാത്രം പറഞ്ഞാൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കാം. ശാസനയോടുള്ള അവളുടെ പറച്ചിൽ കേട്ട് മാഷ് അവളെ തന്നെ നോക്കി. കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്ത് കഴുകി 2 പേരും വരാന്തയിൽ വന്ന് പുറത്തേക്ക് നോക്കിയിരുന്നു. പരസ്പരം അറിഞ്ഞു തുടങ്ങിയപ്പോൾ 2 പേരും തമ്മിലുള്ള അകലം കുറയുന്നത് പോലെ തോന്നി. അവർക്കിടയിൽ കുഞ്ഞു കുഞ്ഞു കളിതമാശകളും പൊട്ടിച്ചിരിയും ഒക്കെയായി. ഉച്ചത്തേക്ക് നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ ടീച്ചർ? വയ്യാതിരിക്കുമ്പോൾ ചിലപ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കണമെന്ന് തോന്നിയാലോ? അങ്ങനെയെങ്കിൽ അതുവരെ നമുക്ക് ഇവിടെ പഴയ ആൽബങ്ങളും മറ്റും വെറുതെ ഒന്ന് മറിച്ചു നോക്കാം. ടീച്ചർക്ക് താല്പര്യമുണ്ടെങ്കിൽ മതി കേട്ടോ, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വേണ്ട. മാഷ് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കാര്യങ്ങൾ പോലും എന്നെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ? എനിക്ക് കൂടി സ്പേസ് തരുന്നുണ്ടല്ലോ മാഷ് എല്ലാത്തിനും. എന്നെ ഇങ്ങനെ പരിഗണിച്ചാൽ മതി മാഷേ, മറ്റൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ പറയാതെടോ, 40 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കൗമാരപ്രായമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തനിക്കിപ്പോൾ പ്രണയകാലമാണ്. തനിക്ക് പ്രണയിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്നെ പ്രണയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എനിക്കും ഇപ്പോൾ ഒരു കൗമാരക്കാരൻ്റെ മനസ്സാടോ. പ്രണയിക്കാൻ കഴിയുമോ എന്ന് നമുക്കുമൊന്ന് നോക്കാം. മാഷിൻ്റെ സംസാരം കേട്ടപ്പോൾ വരദ പൊട്ടിച്ചിരിച്ചു.
മാഷ് അവളുടെ ചിരിയിൽ മയങ്ങി നിന്നു. മുല്ലമുട്ട് പോലുള്ള പല്ലുകൾ, ആ ചിരിക്ക് തന്നെ എന്തൊരു ഭംഗിയാണ്. താനിങ്ങനെ ചിരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. മാഷ് അറിയാതെ പറഞ്ഞുപോയി. പിന്നെയും എന്തൊക്കെയോ പറഞ്ഞ് മാഷ് വരദയെ ചിരിപ്പിച്ചു. ചിരിക്കുമ്പോൾ വരദയുടെ കവിളിൽ തെളിയുന്ന നുണക്കുഴികൾ അവൾക്ക് കുറച്ചുകൂടി ഭംഗി നൽകി. മാഷ് കൗതുകത്തോടു കൂടി അവളെ നോക്കുന്നത് കണ്ടപ്പോൾ വരദയ്ക്ക് ചെറുതായി ചമ്മൽ തോന്നി. അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടരുന്നത് മാഷ് കണ്ടു. ആദ്യമായിട്ടാണ് മാഷ് ഇത്രയും അടുത്തിരുന്ന് അവളെ അങ്ങനെ നോക്കുന്നത്. എടോ, ഞാനിങ്ങനെ ടീച്ചറെ തന്നെ നോക്കുന്നത് കണ്ട് നാണിക്കേണ്ട കേട്ടോ. തൻ്റെ നുണക്കുഴി കാണാൻ നല്ല ഭംഗിയുണ്ട്. ബാലചന്ദ്രൻ ഒട്ടൊരു പുഞ്ചിരിയോടുകൂടി വരദയോട് പറഞ്ഞു. ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് മാഷ് നോക്കുമ്പോൾ ഉണ്ണിത്താൻ സാറാണ്. മൊബൈലും എടുത്തുകൊണ്ട് ബാലൻ പുറത്തേക്ക് ഇറങ്ങി. എന്താ മാഷേ, എന്താ ഈ നേരത്തൊരു വിളി? ഒരു സന്തോഷ വർത്തമാനം പറയുന്നതിന് വേണ്ടിയാണോ ഇപ്പോൾ വിളിച്ചത്? വരദ ടീച്ചറിൻ്റെ സ്ഥലം മാറ്റം റെഡിയായിട്ടുണ്ട് കേട്ടോ. തിങ്കളാഴ്ച തന്നെ തൻ്റെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യാം. സന്തോഷ വാർത്ത ആയതുകൊണ്ടാണ് ഒട്ടും വൈകിപ്പിക്കാതെ ഉടനെ തന്നെ വിളിച്ചറിയിച്ചത്. അപ്പോൾ പിന്നെ തിങ്കളാഴ്ച രാവിലെ രണ്ടുപേരും കൂടി ഇങ്ങ് പോന്നോളൂ. ബാലചന്ദ്രന് അത് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. മാഷിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ, ഇത്രയും പെട്ടെന്ന് ഇക്കാര്യം സാധിച്ചു തന്നതിൽ. നമ്മുടെ ഇടയിൽ ഒരു നന്ദി പറച്ചിലിൻ്റെ ആവശ്യമുണ്ടോ ബാല? മുഖത്ത് കുറച്ചുകൂടി തെളിച്ചം വീണു ബാലചന്ദ്രൻ്റെ. അതേ സന്തോഷം ടീച്ചർക്കും പകർന്നു കൊടുക്കുന്നതിനായി തിടുക്കത്തിൽ ടീച്ചറുടെ അടുത്തേക്ക് നടന്നു. ടീച്ചറിൻ്റെ അടുത്ത് വന്നിരുന്ന് അവരുടെ നേർക്ക് കൈ നീട്ടി. ടീച്ചർ ആ കൈ ഇങ്ങ് തരൂ. വരദ ആദ്യമൊന്ന് സംശയിച്ചു. പിന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ നേർക്ക് കൈ നീട്ടി. ടീച്ചറിൻ്റെ സ്ഥലം മാറ്റം റെഡിയായിട്ടുണ്ട്. ഉണ്ണിത്താൻ മാഷാണ് വിളിച്ചത്. നമുക്ക് തിങ്കളാഴ്ച മുതൽ ഒരുമിച്ച് പോകാം. ടീച്ചറിന് അത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. ടീച്ചർ തൻ്റെ മറ്റേ കൈയും കൂടി മാഷിൻ്റെ കയ്യിൽ പൊതിഞ്ഞു പിടിച്ചു. മാഷ് ഇടത് കൈക്കെടുത്ത് വരദയുടെ തോളിൽ ചേർത്ത് പിടിച്ചു. അവൾ മുഖമുയർത്തി മാഷിനെ നോക്കി. ഈ ഒരു ചേർത്ത് പിടിക്കൽ മാത്രമേ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മാഷേ. പക്ഷേ അന്ന് അയാൾ അത് തന്നില്ല എനിക്ക്. അയാൾക്കതിന് കഴിയുമായിരുന്നില്ല. എന്നെ വേദനിപ്പിച്ച് സന്തോഷം കണ്ടെത്തുന്നതിനായിരുന്നു അയാളുടെ സന്തോഷം മുഴുവനും. അത് പറഞ്ഞപ്പോൾ മാത്രമാണ് വരദയുടെ ഒച്ചയിടറിപ്പോയത്. മാഷ് അത് ശ്രദ്ധിച്ചു. മാഷ് വരദയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന കാര്യം. സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. താൻ ഇനിയും അതോർത്ത് സങ്കടപ്പെടരുത്. നമുക്കിങ്ങനെ പരസ്പരം കളി പറഞ്ഞും തമാശ പറഞ്ഞും ഈ ജീവിതം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാടോ. അപ്പോൾ നമുക്ക് റെഡിയായി പുറത്തു പോകാം. കുറച്ചൊന്ന് കറങ്ങിയിട്ട് ഫുഡും കഴിച്ച് തിരികെ വരാം. മാഷ് പിന്നെയും ഉത്സാഹത്തിലായി. തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയി ഫുഡ് വാങ്ങി വരാം. ബാലന് ഒട്ടൊരു സംശയം തോന്നി. അതൊന്നും സാരമില്ല, നമുക്ക് പുറത്തു പോയി തന്നെ കഴിക്കാം. ഇന്നിത്തിരി സന്തോഷം കൂടുതലുള്ള ദിവസമാണ്. വരദ പറയുമ്പോൾ മാഷും തലകുലുക്കി. എന്തായാലും താൻ വീട്ടിൽ വിളിച്ച് അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക് സ്ഥലമാറ്റത്തിൻ്റെ കാര്യം. ഞാൻ പെങ്ങളോടും വിളിച്ച് പറഞ്ഞേക്കാം. രണ്ടുപേരും റെഡിയായി ഇറങ്ങി. ഓട്ടോ വിളിച്ചതും കൃത്യമായ സമയത്തിന് ഓട്ടോ എത്തുമെന്ന് സുഖു പറഞ്ഞു. മാഷി, ബുള്ളറ്റ് ഉള്ളപ്പോൾ ഞാൻ അതിൽ വരാതെ ഓട്ടോയിൽ വരുന്നത് മാഷിന് എന്നോട് പരിഭവമുണ്ടോ? എന്താ ടീച്ചറെ ഇങ്ങനെ ഒരു ചോദ്യം? ടീച്ചർ എന്ന് ഓക്കെ ആകുന്നോ അന്നേ ഞാനിനി ബുള്ളറ്റ് എടുക്കുന്നുള്ളൂ. കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോട്ടെ മാഷേ. മാഷിൻ്റെ ഷർട്ടിൽ പിടിച്ചു കുലുക്കി പറയുന്ന ടീച്ചറെ കണ്ടപ്പോൾ മാഷിന് ചിരി വന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത് എന്ത് സത്യമാണെന്ന് നോക്കൂ ടീച്ചറെ. 40 വയസ്സ് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് കൗമാരപ്രായമാണ്. ടീച്ചർക്ക് ഇപ്പോൾ കൗമാരപ്രായമാണ്. ടീച്ചർ ചിരിച്ചു. ഒപ്പം തന്നെ ബാലനും ആ ചിരിയിൽ പങ്കുചേർന്നു. ഇങ്ങനെ നിന്നാൽ നേരം വൈകും കേട്ടോ, നമുക്ക് ഇറങ്ങാം. രണ്ടുപേരും കൂടി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ സാരത്തുമ്പിൽ തട്ടി ടീച്ചർ മുന്നോട്ട് വീഴാനാഞ്ഞു. മാഷ് അപ്പോൾ ഇടുപ്പിലൂടെ കൈയിട്ട് അവരെ ചേർത്ത് പിടിച്ചു. എന്താ ടീച്ചറെ ഇത്, ശ്രദ്ധിക്കണ്ടേ? മാഷിൻ്റെ കയ്യിലെ ഇളം ചൂട് വരദയുടെ ഇടുപ്പിൽ അമർന്നു. സാരിയിൽ ടീച്ചർ കംഫർട്ടബിൾ അല്ലെങ്കിൽ ചുരിദാർ യൂസ് ചെയ്യുമെങ്കിൽ ആവാം കേട്ടോ. അത്യാവശ്യം പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ചുരിദാർ ഇടുന്നതായിരിക്കും നല്ലത്. സ്കൂളിൽ ടീച്ചർ സാരിയാണോ അതോ ചുരിദാറാണോ? സ്കൂളിൽ സാരി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ മാഷേ. വീട്ടിൽ നിൽക്കുമ്പോഴും ഇടയ്ക്കൊക്കെ പുറത്തു പോകുമ്പോഴും ചുരിദാർ ഇടാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇവിടേക്ക് ചുരിദാർ ഒന്നും കൊണ്ടുവന്നില്ല. മാഷിന് ഇഷ്ടമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അതുപോലെ വിനയനും വർഷയ്ക്കും ഒന്നും അത് ഇഷ്ടമായില്ലെങ്കിലോ? എൻ്റെ ടീച്ചറെ, ടീച്ചറിൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് ടീച്ചർ ജീവിക്കേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ചിന്താഗതികളൊക്കെ വേണം ആദ്യം മാറേണ്ടത്.
എനിക്കിഷ്ടമാണ് ടീച്ചർ ചുരിദാർ ഇടുന്നത്. എങ്കിലോ എന്താ ബുദ്ധിമുട്ടുണ്ടോ? ചില സമയങ്ങളിൽ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വരദ ആ കണ്ണുകളിലേക്ക് ആഴ്ന്നു പോകും. അപ്പോൾ പെട്ടെന്ന് മുഖം തിരിക്കും. ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ചില നേരങ്ങളിൽ ടീച്ചർ എനിക്ക് മുഖം തരാറേ ഇല്ല. അത് പറയുമ്പോൾ ആ ചിരിക്കുള്ളിൽ കുസൃതി ഒളിപ്പിക്കും. വളരെ അടുത്തു നിന്ന് നോക്കുമ്പോൾ മാത്രം കാണാവുന്ന മാഷിൻ്റെ ഇടത് കീഴ്ത്താടിയിലെ ചെറിയ പുള്ളിക്കുത്ത്. ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ ടീച്ചർ? ചുരിദാർ ഇടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ടീച്ചറിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു. അപ്പോൾ പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് കൂടി ആയേക്കാം. അത് വേണ്ട മാഷേ. മാഷിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യമില്ലാതെ പണം ചെലവാക്കേണ്ട. അതെന്താ ടീച്ചറെ അങ്ങനെ ഒരു വർത്തമാനം? ഞാൻ ടീച്ചർക്ക് ഇപ്പോഴും അന്യനാണോ? അങ്ങനെയല്ല മാഷേ. വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇരിക്കുന്നത് എടുത്തു കൊണ്ടുവരാം. അത് പോരാ. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനുള്ളത് എൻ്റെ കടമയാണ്. അതല്ല, ഞാൻ വാങ്ങിത്തരുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഇത്രയും ദിവസത്തെ എൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മാഷിന് എപ്പോഴെങ്കിലും തോന്നിയോ എനിക്ക് മാഷിനോട് ഇഷ്ടക്കുറവുണ്ടെന്ന്? വരദയും വിട്ടുകൊടുത്തില്ല. ഇഷ്ടക്കുറവുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ കൂടുതലാണെന്ന് തോന്നാനുള്ള സംഭവങ്ങളുമില്ല. ഈ മാഷിൻ്റെ ഒരു കാര്യം. വരദയുടെ മുഖത്ത് ചുവപ്പ് രാശി വീണപ്പോൾ അവളത് മാഷ് കാണാതെ മുഖം തിരിച്ചു. എന്നാൽ മാഷ് അത് കൃത്യമായി കണ്ട് നോക്കി നിന്നു. ടീച്ചറിലെ പ്രണയിനി ഇടയ്ക്കിടയ്ക്ക് തല പൊക്കുന്നുണ്ട് കേട്ടോ. എത്രയൊക്കെ എന്നിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ആ മുഖം എനിക്ക് കാണാം. 2 പേരും കൂടി അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഓട്ടോറിക്ഷ ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നത്. തുടരും. പ്രിയപ്പെട്ട വായനക്കാരെ, എൻ്റെ കഥകൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ വേൾഡ് ഓഫ് രുദ്രപ്രിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ മാത്രമേ ഞാൻ സ്റ്റോറി ഇടുമ്പോൾ കൂട്ടുകാർക്ക് അതൊക്കെ പെട്ടെന്ന് കിട്ടൂ. സ്റ്റോറി ഇഷ്ടമാകുന്നുണ്ടല്ലോ. കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.